ഹായ്, എല്ലാവർക്കും മൈനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഓണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ഓണത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനും എസ്സേ പറയുവാനും ഓണത്തിൻ്റെ ചരിത്രങ്ങൾ അറിയുവാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം വീഡിയോയിലോട്ട് പോവാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. നമസ്തേ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. മലയാളികളുടെ ഒത്തൊരുമയുടെ ഉത്സവം കൂടിയാണ് ഓണം. ലോകത്ത് എവിടെയായിരുന്നാലും മലയാളികൾ അത്യാഹ്ലാദപൂർവ്വം ഓണം ആഘോഷിക്കുന്നു. ഓണത്തിൻ്റെ ഐതിഹ്യം. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. പ്രജാവത്സലനായ മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. സമ്പൽ സമൃദ്ധമായ ജീവിതമായിരുന്നു പ്രജകൾക്കുണ്ടായിരുന്നത്. മഹാബലി ചക്രവർത്തിയുടെ കീർത്തി 14 ലോകത്തിലും പടർന്നു. മാവേലിയെ ഒന്ന് പരീക്ഷിക്കുന്നതിനായി സാക്ഷാൽ മഹാവിഷ്ണു വാമന അവതാരം പൂണ്ടു ഭൂമിയിലെത്തി. മഹാബലിയുടെ അടുത്തെത്തിയ വാമനൻ തനിക്ക് 3 അടി മണ്ണ് ദാനമായി തരാൻ അപേക്ഷിച്ചു. സന്തോഷപൂർവ്വം മഹാബലി അത് സമ്മതിച്ചു. സന്തുഷ്ടനായ വാമനൻ ഉടൻ തന്നെ ആകാശത്തോളം വളർന്നു. 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു തീർന്നു. 3-ാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലമില്ലാതെ വിഷമിച്ചു. ഇതുകണ്ട മഹാബലി തൻ്റെ ശിരസിൽ 3-ാമത്തെ അടി വച്ചുകൊള്ളാൻ പറഞ്ഞു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പോകുന്നതിന് മുൻപ് തനിക്കൊരാഗ്രഹമുണ്ടെന്നും എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം തൻ്റെ പ്രജകളെ കാണാൻ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് വാമനൻ അനുഗ്രഹിച്ചു. മാവേലി തമ്പുരാൻ നാടു കാണാൻ വരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മാവേലിയെ വരവേൽക്കാൻ ജനങ്ങൾ പൂക്കളമിട്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യയുണ്ടാക്കിയും കാത്തിരിക്കും. മാവേലി തൻ്റെ പ്രജകളെ കാണാൻ ഓരോ വീടുകളും സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്നു. പൂക്കളം, പുലികളി, കൈകൊട്ടിക്കളി, തുമ്പിതുള്ളൽ, വടംവലി, ഓണത്തല്ല്, വള്ളംകളി, അത്തച്ചമയം, കണിക്കുല, ഓണത്തപ്പൻ, ഓണംകളി എന്നിവയാണ് ഓണത്തിൻ്റെ പ്രധാന ആഘോഷങ്ങൾ. വാമനമൂർത്തിയായ തൃക്കാക്കരയപ്പനാണ് ഓണത്തപ്പൻ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ലുണ്ട്. ഓണത്തിന് സമ്പൽ സമൃദ്ധമായ ആഘോഷമാണ് എങ്ങും നടക്കുന്നത്. അത്തം 10-നാണ് തിരുവോണം. അത്തം മുതൽ 10 ദിവസം മുറ്റത്ത് പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും പുതുവസ്ത്രങ്ങളണിഞ്ഞും കുട്ടികൾ ഓണക്കളികളിൽ ഏർപ്പെടുന്നു. എങ്ങും പൂവിളിയുടെ ആരവമാണ്. ഉത്രാടപ്പാച്ചിലാണ് മറ്റൊരു പ്രത്യേകത. ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനായി ഉത്രാടത്തിന് വലിയ തിരക്കായിരിക്കും. വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നു. ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. വാർഷിക ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം വരുന്നത്. മഹാബലിയുടെ സദ്ഭരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം.